ഹായ്, വിൻസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ ഇന്നത്തെ ഓർഡേഴ്സ് നമ്മൾ വാട്സപ്പിലും വെബ്സൈറ്റിലും എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏതാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീവ് എവേയുടെ കാര്യം ആരും മറക്കരുത്. ഗീവ് എവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗീവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് മന്തിലെ ഗീവ് എവേയുടെ വിന്നറിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി ഒരു ഗ്യാപ്പ് ഉണ്ട്, കാരണം എൻ്റെ കൈ ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചൊരു ഡിലേ വെക്കുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ സമയങ്ങളിൽ നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ വേറെ ചെയ്തിരിക്കുന്ന നമ്മുടെ മാനിക്കൂറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ്. കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കുർത്തിയാണ്. നമ്മൾ നോർമലി എപ്പോഴും കൊണ്ടുവരുന്ന ഒരു പാറ്റേണിലല്ല വന്നിരിക്കുന്നത്. ഒരു നോർമൽ കുർത്തി പോലെ നമുക്ക് ഫീൽ ചെയ്താലും ഇതിൽ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ കൂടിയാണ് കേട്ടോ. മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ, റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത് കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്ക് ഒരു UV പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത്. കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഫുൾ ആയിട്ട് ഒരു അജ്രക് പാറ്റേണിലൊക്കെ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സെന്ററിൽ ഇതുപോലെ സ്പോഞ്ച് ബോൾസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എ ലൈൻ ആണ്. ഫ്രണ്ട് പോർഷനിൽ മാത്രം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ഓപ്പൺ വരുന്ന പാറ്റേണിലാണ്. ഒരു ജാക്കറ്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി കവർ ആയിട്ട് നിൽക്കുന്ന രീതിയിലല്ല, എന്നാൽ ഇങ്ങനെ ഒരു സെമി ആയിട്ട് വരുന്ന പാറ്റേണിലാണ് ഈ ഒരു കുർത്തി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിലൊക്കെ എലൈൻ പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നിന്നാണ് സ്ലിറ്റ് വരുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ടു സൈഡ്സിലും ഇതുപോലെ വരും. നല്ല ഭംഗിയാണ്. ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ നമ്മൾ കോമൺലി എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയിലല്ല. ഫ്രണ്ട് പോർഷനിൽ കണ്ട് ജസ്റ്റ് ഇതൊരു ഫ്രോക്ക് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇതിന്റെ ഇവിടെ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ജാക്കറ്റ് കൺസെപ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് എലൈൻ ആട്ടോ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ല. സിമ്പിൾ ആയിട്ട് വരുന്ന എലൈൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്നത് ഒരു പലാസോ ആണ് കേട്ടോ. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. വേസ്റ്റ് ലൈൻ എലാസ്റ്റിക് വന്നിരിക്കുന്ന പലാസോ ആണ്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള പലാസോ ആണ് ചെയ്തിരിക്കുന്നത്. പലാസോന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു മറൂൺ ആണ്. നമ്മുടെ ഇതിന്റെ അകത്ത് പ്രിന്റിന്റെ അകത്ത് വരുന്ന ഒരു മറൂൺ ഷെയ്ഡ് തന്നെയാണ് ഇതിന്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും കോമൺലി നമ്മുടെ കുർത്തീസ്, ഫ്രോക്ക് കുർത്തീസ് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ഒരു ഫ്രോക്ക് കൺസെപ്റ്റിൽ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ജാക്കറ്റ് ആണെന്നും പറയാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുർത്തി വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. റയോൺ ആണ്. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 780 ആണ്. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന് തന്നെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഗ്രേ പോയിന്റ് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു തന്നെയുണ്ട്. റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ, ഒരു ഡിഫറെന്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ് കേട്ടോ. നെക്ക് UV പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സെന്റർ പോർഷനിൽ ഇതുപോലെ സ്പോഞ്ച് ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ കട്ടിങ് വന്നിട്ട് അവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ടു സൈഡ്സിൽ ഇതുപോലെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇതുപോലെ ഓപ്പണിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ജാക്കറ്റ് കൺസെപ്റ്റ് എന്നൊക്കെ പറയാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ നോർമൽ കുർത്തീസ് ആണല്ലോ വെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ഇത് ഒരുപാട് ഇങ്ങനെ മോശമായിട്ടൊന്നും നിൽക്കത്തില്ല. കാരണം ഇൻസൈഡ് പോർഷനിൽ വന്നിരിക്കുന്നത് പലാസോ ആണ്. ലൂസായിട്ട് കിടക്കുന്ന, ലൂസ് ഫിറ്റിൽ കിടക്കുന്ന പലാസോ ആണ് കേട്ടോ. പലാസോന്റെ വേസ്റ്റ് ലൈൻ എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലൂസിലാണ് ഈ പലാസോ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ് തന്നെയാണ് കേട്ടോ. ബാക്ക് സൈഡ് എ ലൈനിൽ തന്നെയാണ് കിടക്കുക. ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഈ ഒരു നമ്മൾ സൈഡ് സ്ലീറ്റ് ഒന്നും ഇല്ലാണ്ട് ഫ്രണ്ട് പോർഷനിലാണ് ഈ സ്ലീറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, XL, XXL ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 780. അടുത്ത കുർത്തി വന്നിട്ട് ഇതും റയോൺ മെറ്റീരിയലിൽ തന്നെ വന്നിരിക്കുന്ന കുർത്തിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇത് വരുമ്പോൾ സ്ലീവ്ലെസ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് പോർഷനിൽ നമ്മൾ സ്ലീവ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സ്ലീവ് ആണ് കൊടുക്കുന്നത്.
ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിന്റെ അകത്ത് ഒരു വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ടൈ ആൻഡ് ഡൈ പാറ്റേണിലൊക്കെ വരുന്ന ആ ഒരു പാറ്റേണിൽ വരുന്ന പ്രിന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ വരുന്ന ഗോൾഡൻ കളറിൽ വരുന്ന ഫോയിൽ പ്രിന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് 2 സൈഡ്സിലും പ്രിൻസസ് കട്ട് തന്നെയാണ്. അതായത് ഫ്രണ്ട് പോർഷനിലും ബാക്ക് സൈഡിലും പ്രിൻസസ് കട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ലിമ്മി ഫീലിംഗ് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈ നെക്ക് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. സെന്ററിൽ ഒരു പടി വന്നിട്ട് അവിടെ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വൺ സൈഡിൽ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഹാഫ് പോർഷൻ വരെയാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ എലൈൻ പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് പോർഷനിലെ പടിയിൽ വന്നിട്ട് ഈ ഫ്രണ്ട് പോർഷനിലെ ഹെമേരിയയിൽ ഒരു ചെറിയ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റെഗുലർ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. സ്ലീവ് വേണം എന്നുള്ളവർക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇൻസൈഡ് പോർഷനിൽ സൈഡ് പോർഷനിൽ സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഷോർട്ട് സ്ലീവ് ആണ്. നമ്മുടെ ഒരു ഹാഫ് സ്ലീവ് കൺസെപ്റ്റിലാണ് ആ സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് ഉള്ള സ്ലീവ് അല്ല. അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ്. കാരണം പ്രിൻസസ് കട്ട് തന്നെയാണ് ബാക്ക് സൈഡിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. അത്യാവശ്യം ലെങ്ത്തിലുമാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് വരുന്നത്. ഇതിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 650 ആണ്. അതും ഇൻസൈഡ് കേരളയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഈ 2 പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ്. അപ്പൊ റയോൺ കുർത്തി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നത്. എനിക്ക് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.